നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവ് ഇന്നലെ പാലക്കാടെത്തി വോട്ട് ചെയ്ത് മടങ്ങുമ്പോൾ അയാൾ ചവിട്ടി അരച്ചു നീങ്ങുന്നത് കോൺഗ്രസിൻ്റെ മുഖത്തുകൂടിയാണ്. രാഹുൽ തെറ്റു ചെയ്തു എന്നതിൽ സംശയമില്ല. അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലെ അധാർമികത നമുക്ക് തിരയാം. ലെവലേശം പക്വതയില്ലാതെ തൻ്റെ രാഷ്ട്രീയ ഭാവി പോലും അപകടത്തിലാക്കും വിധം ഈ ചെറുപ്പക്കാരൻ ചെയ്തു കൂട്ടിയ ചില തെറ്റുകൾ. എന്നാൽ ആ തെറ്റിനപ്പുറം വലിയ ചില ശരികൾ ചൂണ്ടിക്കാട്ടുന്ന സമൂഹത്തെയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്. ആ കണക്കുകൂട്ടലുകൾ അയാൾ ബോധപൂർവം പിഴപ്പിച്ചു. എന്നിട്ടും അയാളെ ജനം നെഞ്ചേറ്റുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അയാൾക്ക് കിട്ടുന്ന പിന്തുണയ്ക്ക് പിന്നിലുള്ള കാരണമെന്ത്? പാലക്കാടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അവിടുത്തെ സ്ഥാനാർത്ഥി കൂടി വോട്ടിംഗ് ബൂത്തിലേക്ക് കടന്നു ചെന്നിരുന്നു. അതിനർത്ഥം ആ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിശ്വസിക്കുന്നു. തനിക്ക് വോട്ട് നേടിത്തരാൻ പ്രാപ്തനാണ് രാഹുൽ എന്ന് ഇപ്പോഴും അയാൾ മനസ്സിലാക്കുന്നു. രാഹുലിന് ബൊക്കയുമായി ഓടിച്ചെന്ന കോൺഗ്രസ് പ്രവർത്തകർ, അധാർമികതയിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പറ്റം ആരാധക വൃന്ദത്തെ ഇത്തരത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. അയാൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ബലാത്സംഗ ആരോപണങ്ങളാണ്. ഒന്നല്ല, 2 പരാതികൾ നീതിപീഠത്തിന് മുന്നിലുണ്ട്. പാലക്കാട് വോട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങി തൊട്ടടുത്തെ ആശുപത്രി ക്യാൻറ്റീനിലേക്ക് അയാൾ കടന്നു ചെല്ലുമ്പോൾ മാധ്യമപ്പട അയാൾക്കു ചുറ്റും പാഞ്ഞെടുക്കുന്നു. അയാളുടെ താരമൂല്യം ഇപ്പോഴും മനസ്സിലാക്കിയ മാധ്യമപ്പട പരമാവധി അയാളെ വെച്ച് വ്യൂസ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇപ്പോഴും ഇത്രയധികം വൈറാലിറ്റി ലഭിക്കുന്നത്? വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് തൻ്റെ വാഹനത്തിൽ നിന്ന് നടന്നിറങ്ങുമ്പോഴും പിന്നീട് വോട്ട് ചെയ്ത് മടങ്ങുമ്പോഴുമൊക്കെ ആ മുഖത്തെ ഒരു ഭാവം, തികച്ചും പോരാളിയുടെ ഭാവത്തോടെ പാലക്കാടെത്തിയ രാഹുൽ പലതും നമ്മോട് പറയാതെ പറയുന്നു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയുന്നതുമൊക്കെ കോടതിയിലാവാം എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച രാഹുൽ ഇനി ഇതിലപ്പുറം തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങുന്നു. എന്നാൽ അയാൾ പറയാതെ പറയുന്നത് പലതുമുണ്ട്. അയാൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന 2 ആരോപണങ്ങളിലും ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തം. ആ ഗൂഢാലോചന രാഷ്ട്രീയപരമാണ്. അതിലപ്പുറം അയാളോടുള്ള വ്യക്തിപരമായ എതിർപ്പുകളുടെ ഉഗ്രഭാവമാണ്. സ്വതന്ത്രമായി നിർഭയമായി പോരാടുന്ന നേതാക്കളെ വീഴ്ത്താൻ എപ്പോഴും പ്രയോഗിക്കുന്നത് ചില ഗൂഢാലോചനകളാണ്. പലപ്പോഴും ഇത്തരം നേതാക്കളുടെ വീഴ്ചകളിൽ നിന്നാണ് ഇത്തരം ഗൂഢാലോചനകൾ പിറക്കുന്നത്. നേതാവിനെ വീഴ്ത്താനുള്ള തന്ത്രങ്ങളിൽ ഒന്നാണ് ഗൂഢാലോചന. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീഴ്ത്താൻ സ്വന്തം പാർട്ടിയിലുള്ളവരും എതിർ കക്ഷികളും തെരഞ്ഞെടുത്തതും അതേ ഗൂഢാലോചന തന്നെ. രാഹുലിൻ്റെ സദാചാരമില്ലായ്മ ആ ആയുധം ഉപയോഗിച്ച് അവനെ വീഴ്ത്തുക. എന്നാൽ തുടക്കം മുതൽ ആർക്കു മുന്നിലും വളയാത്ത രാഹുലിൻ്റെ ഒരു നട്ടെല്ല് നമുക്ക് കാണാം. അത് മാധ്യമങ്ങളോട് മറുപടി പറയുന്നതിലും റിപ്പോർട്ടർ മുതലായ ചാനലുകളെ വിലക്കുന്നതിലും ചെന്നെത്തി നിന്നു. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളുടെ തുടക്കം ശ്രദ്ധിച്ചാൽ നമുക്ക് പലതും മനസ്സിലാവും. ഒരു യുവനേതാവിൻ്റെ പേര് പറയാതെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കേരളത്തിലെ പ്രമുഖ നേതാവിനെതിരെ ഒരു പീഡനാരോപണം ഉയർന്നു വരുന്നു എന്ന തലത്തിലുള്ള വാർത്തകൾ. പിന്നീട് രാഹുലിനെതിരെ പരാതി പറഞ്ഞ സ്ത്രീ അയാൾക്കെതിരെ നിയമപരമായി പരാതി കൊടുക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. നടി റിനി ആൻ ജോർജ് തുടക്കത്തിൽ രാഹുലിൻ്റെ പേര് പോലും പറഞ്ഞിരുന്നില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടം ആശയപരമായ ഒരു കീഴടങ്ങലിന് ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. അയാളുടെ നിശബ്ദതയിൽ പോർ തുടങ്ങി. ആ നിശബ്ദത പലരെയും ഭയപ്പെടുത്തി. പിന്നീട് അയാളുടെ പേര് ചില മാധ്യമങ്ങൾ ഉറക്കെ പറഞ്ഞു. കേരളത്തിലെ മാധ്യമപ്പട ഒന്നാകെ അയാളെ വേട്ടയാടാൻ തുടങ്ങി. പരാതിക്കാരിയുടെ പേരോ മറ്റ് വിവരങ്ങളോ ആർക്കും അറിയില്ല. പരാതിയുടെ യഥാർത്ഥ സ്വഭാവം പോലും മാധ്യമങ്ങൾക്കറിയില്ല. എന്നിട്ടും അവർ വേട്ട തുടങ്ങി. ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ്, രാഹുലിനെതിരെ ഔദ്യോഗികമായ ഒരു പരാതി വരുന്നതിന് മുൻപ് ഇത്രയധികം ശക്തമായ വേട്ടയാടലുകൾ എന്തിനാരംഭിച്ചു? അവിടെ തുടങ്ങുന്നു ഗൂഢാലോചനയുടെ മറ്റൊരു ഭാഗം. വ്യക്തമായിരുന്നു ലക്ഷ്യം. അയാളുടെ രാഷ്ട്രീയ ഭാവി തകർക്കുക, അയാളെ എന്നേക്കുമായി കോൺഗ്രസിൽ നിന്ന് പടിയിറക്കുക. അതിന് ഗൂഢാലോചന ഒരുക്കിയവരിൽ കോൺഗ്രസ് നേതാക്കളും മറുവശത്ത് ഭരണകൂടവും ഒപ്പം. അയാൾക്കെതിരെ നിയമപരമായ നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് അയാൾ നിഷ്ഠൂരം വേട്ടയാടി. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് അയാൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അയാളെ നിശബ്ദനാക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യം. ഇവിടെയാണ് ജനങ്ങൾക്ക് ചില സംശയങ്ങൾ ആദ്യം ഉയർപ്പൊട്ടിയതും. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ ഭയപ്പെടുന്നത്?
അതിനുത്തരം കണ്ടെത്താൻ അധികം പൊതുജനത്തിന് മെനക്കെടേണ്ടി വന്നില്ല. രാഹുലിനെ ഭയപ്പെടുന്ന ചില നേതാക്കൾ കോൺഗ്രസിലുണ്ട്. അയാളുടെ കടന്നുവരവ് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. അയാൾ ഉന്നതങ്ങളിൽ വാഴുന്ന കോൺഗ്രസ് നേതാക്കളെ വീഴ്ത്തി ആ സിംഹാസനം കൈപ്പിടിയിലൊതുക്കുമോ എന്ന ഭയം. തുടർന്നാണ് രാഹുലിനെതിരെയുള്ള ഒരു പറ്റം കഥകൾ പ്രചരിച്ചത്. പലതിലും വാസ്തവമുണ്ട്. ധാർമ്മികമായി നമുക്ക് രാഹുലിനെ ചോദ്യം ചെയ്യാം. എന്നാൽ രാഷ്ട്രീയമായി അയാൾ വേട്ടയാടി വീഴ്ത്തുക അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ. ഇവിടെയാണ് ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും പിന്നീട് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയാൾ പാലക്കാടേക്ക് ഇരച്ചെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത്. തൻ്റെ രാഷ്ട്രീയ പോരാട്ടം അയാൾ തുടർന്നു. എന്നാൽ ഒരിക്കൽ പോലും തനിക്കെതിരെ ഉയർന്നു കേട്ട പരാതിയെക്കുറിച്ച് അയാൾ പ്രതികരിച്ചില്ല. പാലക്കാട് അയാൾ തലയുയർത്തി തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ പ്രചരണങ്ങളിലേക്ക് കടന്നപ്പോൾ അയാൾ ഇനി പുറം ലോകം കാണാൻ പാടില്ല എന്ന് ചിലർ ശഠിച്ചു. അതിന് മുൻപന്തിയിൽ ഭരണകൂടം. അപ്പോൾ മാത്രമാണ് അയാൾ പ്രതികരിച്ചത്. ഈ കേസ് നിയമപരമായി നിലനിൽക്കില്ല, ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതി എൻ്റെ വിധി നിശ്ചയിക്കട്ടെ എന്ന് അയാൾ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം തൻ്റെ പോരാട്ടത്തിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങിയത് അവിടെയാണ്. നിയമപരമായി ഈ കേസ് നിലനിൽക്കില്ല എന്ന അയാളുടെ പ്രസ്താവന കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ പിന്നീട് അയാൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പാലക്കാട് നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും അയാൾ ഒളിയിടങ്ങളിൽ നിന്ന് ഒളിയിടങ്ങളിലേക്ക് ഓടി. അയാളെ വീഴ്ത്താൻ പോലീസ് അന്വേഷണ സംഘം അയാൾക്ക് ചുറ്റും നിരന്നു. എന്നാൽ പിടികൊടുത്താൽ തൻ്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അസ്തമിക്കുമെന്നും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമെന്നും അയാൾ ഭയപ്പെട്ടു. താഴെ വീഴുന്നവൻ്റെ നെഞ്ചിൽ കല്ലെടുത്തെറിയാൻ ഒരുപാട് ആളുകൾ വരും. അവിടെ ഒപ്പം നിന്നവരും തുണ നിന്നവരും ഒക്കെ ഉണ്ടാകും എന്ന് രാഹുൽ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ ഓട്ടം തുടർന്നു. ഒളിയിടങ്ങളിൽ നിന്ന് ഒളിയിടങ്ങളിലേക്ക് പോലീസിന് പിടികൊടുക്കാതെ ഒരു പോരാളിയെപ്പോലെ അവൻ കടന്നു കളഞ്ഞു. ഇതിനിടയിൽ അഭിഭാഷകരെ ഉപയോഗിച്ച് നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ അയാൾ പോരാടി. ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് ആദ്യ അനുകൂല വിധി, പിന്നീട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് രണ്ടാമത് നേടിയ സൂപ്പർ ജാമ്യവിധി. ഈ രണ്ട് വിധിന്യായങ്ങളുടെ കരുത്തിൽ പിന്നീട് അയാൾ ഒളിയിടത്തിൽ നിന്നും തലപൊക്കി. അവിടെ നിന്നാണ് അയാൾ ഒരു കൊടുങ്കാറ്റ് പോലെ പാലക്കാട് എത്തിയത്. ചില രാഷ്ട്രീയ നേതാക്കൾ പൊതുജനത്തിൻ്റെ പൊതുബോധത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ബലാത്സംഗ കേസിൽ പ്രതി, ധാർമ്മിക ച്യുതിയുള്ളവൻ, ഇവനെയൊക്കെ തോളിലേറ്റുന്നവരെ പറഞ്ഞാൽ മതി എന്ന് പ്രതിപക്ഷ നേതാക്കളടക്കം ഉരുവിടുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് രാഹുൽ ഒരു പ്രതീകമാകുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഭരണകൂടത്തിനെതിരെ അതിശക്തമായി ഉയർന്നു കത്തുന്ന പ്രതിഷേധം, മറുവശത്ത് പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ശിഥിലമായ അവസ്ഥ, നേതാക്കൾ തമ്മിലുള്ള ഈഗോ മത്സരം, അടുത്ത ഭരണത്തിൽ കിട്ടുന്ന മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി, ഇതൊക്കെ കണ്ട് ജനങ്ങൾ മടുത്ത് പണ്ടാരമടങ്ങി നിൽക്കുമ്പോഴാണ് രാഹുലിനെ പോലെ ഒരു ഉശിരൻ പോരാളി നെഞ്ചുയർത്തി പിണറായിയുടെ നേർക്ക് നോക്കി എടോ പിണറായി എന്നുച്ചത്തിൽ വിളിച്ചുകൊണ്ട് ആ ഭരണകൂടത്തിനെതിരെ പോരാട്ടം നടത്തുന്നത്. ജനങ്ങൾ മടുത്തു കഴിഞ്ഞ ഒരു ഭരണകൂടത്തിനെതിരെ ഒരു ചെറുപ്പക്കാരൻ നേതാവ് തൻ്റെ രാഷ്ട്രീയ ഭാവിയും ജീവനും ബലി നൽകാൻ തയ്യാറായി ഒറ്റയാൻ പോരാട്ടമായി ആ ഭരണകൂടത്തെ വെല്ലുവിളിച്ചപ്പോൾ ജനം, കോൺഗ്രസ് പ്രവർത്തകർ അയാൾക്കൊപ്പം നിന്നു. അവർ അയാളെ തങ്ങളുടെ മനസ്സ് കൊടുത്ത് നെഞ്ചുകൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അയാളിൽ നിന്ന് ഒരു കൊടിയ പാതകമുണ്ടായിട്ടും ജനം അയാളെ വലിച്ചെറിഞ്ഞില്ല. ജനമനസ്സുകളിൽ അയാൾ ഒരു വീരനായകനായി ഉയർത്തപ്പെട്ടുവെങ്കിൽ അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അയാൾ തൻ്റെ മെൻറ്ററായി കണ്ടെത്തിയത് ഷാഫി പറമ്പിൽ എന്ന ഉഗ്രൻ പോരാളിയെ. വടക്കൻ മലബാറിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ഷാഫി പറമ്പിൽ ഇന്ന് മലബാറിൻ്റെ ഹീറോ ആണ്. ഒരുപക്ഷെ മലബാറിൻ്റെ മാത്രമല്ല, മുസ്ലിം സമുദായം ഉൾപ്പെടെ ഷാഫി പറമ്പിലിനെ ഒരു ആരാധ്യ നേതാവായി കാണുന്നു. ഷാഫി പറമ്പിൽ ചേർത്തുപിടിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ചുരുക്കത്തിൽ വടക്കൻ മലബാറിലും വലിയ പിന്തുണ കിട്ടി. അതിൻ്റെ അലയൊലികൾ നമ്മൾ പാലക്കാട് കാണുന്നു. വടക്കൻ മലബാറുകാർ അങ്ങനെയാണ്. ഒരാളെ ചേർത്ത് പിടിച്ചാൽ അത്ര പെട്ടെന്ന് വലിച്ചെറിയില്ല. പ്രത്യേകിച്ച് അയാൾക്കെതിരെ ചില ധാർമ്മിക മൂല്യച്യുതികൾ ഉണ്ടായാലും വടക്കൻ മലബാറുകാർ ചോര കൊടുത്തവരെ സഹായിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമായി അയാൾ തുടച്ചു നീക്കാൻ അത്ര എളുപ്പമല്ല. രാഷ്ട്രീയമായി കോൺഗ്രസിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് ഒരു സംഘം കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്.
പക്ഷെ ജനം അതെടുത്തെറിയുന്ന കാഴ്ച നമുക്ക് മുന്നിൽ. രാഹുൽ മാങ്കൂട്ടം എന്ന ആ യുവ നേതാവിൻ്റെ ശരീരഭാഷയിൽ ഒരു അഹങ്കാരമുണ്ടോ എന്ന് സംശയിച്ചവർ ഒരു നേതാവിന് വേണ്ട ശരീരഭാഷ അയാളിൽ കണ്ടു, ഒരു പോരാളിക്ക് വേണ്ട മുഖഭാവം അയാളിൽ കണ്ടു. കാപട്യം നിറഞ്ഞ ധാർമ്മിക മൂല്യങ്ങളില്ലാത്ത ഒരു രാഷ്ട്രീയ ലോകത്താണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് ജീവിക്കുന്നത്. അവിടെ അയാൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ നെറ്റി ചുളിയും. കാരണം നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നയാൾ ഇതുവരെ ആ നേതാക്കളോട് പറഞ്ഞില്ല. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അയാൾ ഇതുവരെ ഒരു ചെറുവാക്ക് പോലും ഉരിയാടിയില്ല. എന്നാൽ തൻ്റെ തലമുറയ്ക്കും അപ്പുറം കോൺഗ്രസിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കളുടെ തനി നിറം അയാൾക്ക് അടുത്തറിയാം. രാഹുലിനെതിരെ ഉയർന്നു വന്ന 2 പരാതിക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. ഇതിൽ തന്നെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പൊതു സ്വഭാവം. രാഷ്ട്രീയവൽക്കരിച്ച മറിയം റഷീദ പോലെ എത്രയെത്ര കഥകൾ നമുക്ക് മുന്നിലുണ്ട്. അതിൽ സോളാർ സരിതയുടെ കഥകൾ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും മറന്നിട്ടില്ലല്ലോ. അന്ന് ഉമ്മൻചാണ്ടി മുതൽ KC വേണുഗോപാൽ വരെ ഒരുപിടി കോൺഗ്രസ് നേതാക്കൾക്കെതിരെയായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത്. അനിൽകുമാർ എന്ന മന്ത്രിക്കെതിരെ KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, അങ്ങനെ എത്രയെത്ര കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അന്ന് ആരോപണങ്ങൾ ഉയർന്നു. ഈ സദാചാരം അന്ന് എവിടെയായിരുന്നുവെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭാവികൾ ചോദിക്കുന്നത്. അന്ന് നിങ്ങൾ സദാചാരത്തിൻ്റെ പേരിൽ ആരെയും പുറത്താക്കിയില്ല. ഹീനമായ രതിവൈകൃതങ്ങളെന്ന് രാഹുലിനെ വിശേഷിപ്പിക്കുന്നവർ പഴയകാല ചെയ്തികൾ ബോധപൂർവം മറക്കുന്നു. ഒരിക്കൽ ഗണേഷ് കുമാറിനെതിരെ ഉയർന്നു കേട്ട ലൈംഗികാരോപണങ്ങൾ അത്ര ചെറുതായിരുന്നില്ല. അതുപോലെ കേരളത്തിലെ എത്രയെത്ര രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു കേട്ടിട്ടുണ്ട്. ഇടതുപക്ഷ നേതാക്കളെ വെട്ടിലാക്കിയ കിളിരൂർ കേസ് ഇപ്പോഴും കേരളത്തിൻ്റെ നെഞ്ചകം നീറ്റുന്നു. ഇതിനേക്കാൾ എത്ര ഭയാനകമായിരുന്നു ഒരു പാവം പെൺകുട്ടിയുടെ കൊലപാതകം. രാഹുൽ ഒരുപക്ഷെ ധാർമ്മികമായി വഷളനാവാം. ഇവിടെയാണ് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് മുന്നിലുള്ളത്. ഇനി അഥവാ ഇവൻ ഒരു വഷളനാണെങ്കിൽ കൂടി ഇക്കാര്യം കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് രാഹുലിനെ മത്സരിപ്പിച്ചിട്ട് വെറും 1 വർഷം മാത്രം. വീണ് കിടക്കുന്നവൻ്റെ തലയിൽ കല്ലിടാൻ എളുപ്പമാണ്. എന്നാൽ അവനെ നിങ്ങൾ തന്നെയല്ലേ കൈപിടിച്ച് വളർത്തിയത്? ഇവിടെയാണ് പൊതുസമൂഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. നാളെ ഇതേ ആരോപണങ്ങൾ ഒരുപക്ഷെ VD സതീശനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഉയർന്നു വന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വനവാസത്തിന് പുറപ്പെടുമോ? രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. നിയമം അനുശാസിക്കുന്ന ശിക്ഷാവിധി ഏറ്റുവാങ്ങാൻ രാഹുൽ തയ്യാറാകണം. എന്നിട്ടും ഒരു കമ്മിറ്റിയെ പോലും വെക്കാതെ, പ്രഥമ ദൃഷ്ട്യാ ഒരു പരിശോധന പോലും നടത്താതെ അയാളെ നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിൽ നിന്ന് വലിച്ചെറിഞ്ഞത്? രാഹുൽ ഒരു പോരാളിയാണ് എന്ന് പൊതുവെ ജനം കരുതുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയക്കാരനല്ല എന്നിടത്താണ് ജനങ്ങൾ ഇപ്പോഴും അയാൾക്കൊപ്പം നിൽക്കുന്നത്. ഒരു ചർച്ചയിലേക്ക് രാഹുൽ കടന്നു വരുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നെടുവീർപ്പിടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവൻ്റെ വാക്കുകൾ ഉച്ചത്തിലാകുമ്പോൾ എതിരാളികൾ ഭയപ്പെടും. നമുക്ക് പറയാനുള്ളതൊക്കെ ഒരു ഉളുപ്പും മറയും കൂടാതെ അവൻ എതിരാളികളുടെ മുഖത്ത് നോക്കി തുറന്നടിക്കും. ആ ശൈലിയാണ് അവനെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹീറോ ആക്കി ഒരിക്കൽ മാറ്റിയത്. പിണറായി വിജയന്റെ കിരാത ഭരണത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ അവൻ തെരുവിലേക്ക് ഇറങ്ങി. ഒരു യുവതലമുറയെ അവൻ ഒപ്പം ചേർത്തു. അവിടെയാണ് കോൺഗ്രസിലെ യുവതലമുറ നേതാക്കളുടെ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഹുൽ ചെയ്തത് കൊടും പാതകമാണെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. എന്നാൽ അത് അണികളെ ബോധ്യപ്പെടുത്തിയാകണം. മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട അവനിനി തെറ്റു ചെയ്തവനായാൽ പോലും അവനെതിരെ എന്തും വിളിച്ചു പറയുന്ന ധാർഷ്ട്യത്തോടെയുള്ള ചില നേതാക്കൾ, അവർ തന്നെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ മുടിപ്പിക്കുന്നതും. യാദവകുലത്തിന് സമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ. നേതാക്കൾ തമ്മിലടിച്ച് സ്വയം തീരുന്ന ഒരു പാർട്ടിയായി ഈ കോൺഗ്രസ് അതമ്പതിക്കരുത്. രാഹുലിനെതിരെ പോരടിക്കുന്നവരും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും 2 കൂട്ടരുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. അവനെതിരെ അതിശക്തമായി പോരാടുന്നവർക്ക് ആ പോരാട്ടം തുടരാം. അവൻ അവൻ്റെ പ്രതിരോധവും തുടരട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.